നമസ്കാരം. പി എസ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആവർത്തന ചോദ്യങ്ങൾ ഇനി വരാൻ പോകുന്ന കമ്പനി ബോർഡ് LGS, LDC, വെബ്കോ LDC, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ്, ഡിഗ്രി പ്രിലിംസ് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും ആവർത്തന ചോദ്യങ്ങളിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി അല്ലാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ ദൈവദശകം, പ്രാചീന മലയാളം, ആത്മോപദേശ ശതകം, ദർശനമാല. ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, പ്രാചീന മലയാളം. ദൈവദശകം, ആത്മോപദേശ ശതകം, ദർശനമാല എന്നിവ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളിൽപ്പെടുന്നവയാണ്. ചോദ്യം ഒന്നുകൂടി. താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി അല്ലാത്തത് ഏതാണ്? ആൻസർ പ്രാചീന മലയാളം. അടുത്ത ക്വസ്റ്റ്യൻ. ഹാരപ്പൻ ജനതയ്ക്ക് ചെമ്പ് ലഭിച്ചിരുന്ന പ്രദേശം ഏതാണ്? ഹാരപ്പൻ ജനതയ്ക്ക് ചെമ്പ് ലഭിച്ചിരുന്ന പ്രദേശം ഏതാണ്? ആൻസർ കേട്രി. കേട്രിയാണ് ഹാരപ്പൻ ജനതയ്ക്ക് ചെമ്പ് ലഭിച്ചിരുന്ന പ്രദേശം. കേട്രിയാണ് ഹാരപ്പൻ ജനതയ്ക്ക് ചെമ്പ് ലഭിച്ചിരുന്ന പ്രദേശം. അടുത്ത ക്വസ്റ്റ്യൻ. ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം ഏതാണ്? ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, നവംബർ 12, 1936. നവംബർ 12, 1936 ആണ് ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം. നെക്സ്റ്റ് വൺ. ഉത്തരവാദ ഭരണം നേടുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഉത്തരവാദ ഭരണം നേടുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? ആൻസർ ഓപ്ഷൻ എ, പട്ടം എ താണുപിള്ള. പട്ടം എ താണുപിള്ള. നെക്സ്റ്റ് വൺ. CSIRൻ്റെ പൂർണ്ണരൂപം എന്താണ്? CSIRൻ്റെ പൂർണ്ണരൂപം. ആൻസർ ദി കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്. ദി കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്. ദി കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് എന്നാണ് CSIRൻ്റെ പൂർണ്ണരൂപം. നെക്സ്റ്റ് വൺ. സമത്വ സമാജ സ്ഥാപകൻ ആരാണ്? സമത്വ സമാജ സ്ഥാപകൻ ആരാണ്? ആൻസർ വൈകുണ്ഠ സ്വാമികൾ. സമത്വ സമാജ സ്ഥാപകൻ ആരാണ്? വൈകുണ്ഠ സ്വാമികൾ. നെക്സ്റ്റ് വൺ. ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് പദവി അലങ്കരിച്ചിരുന്ന വനിതകൾ ആരെല്ലാം? ആൻസർ ഓപ്ഷൻ ബി, സരോജിനി നായിഡു, നെല്ലിസൺ ഗുപ്ത, ആനി ബസന്റ്. സരോജിനി നായിഡു, നെല്ലിസൺ ഗുപ്ത, ആനി ബസന്റ് എന്നിവരാണ് ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് പദവി അലങ്കരിച്ചിരുന്ന വനിതകൾ. സരോജിനി നായിഡു, നെല്ലിസൺ ഗുപ്ത, ആനി ബസന്റ് എന്നിവരാണ് ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് പദവി അലങ്കരിച്ചിരുന്ന വനിതകൾ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ക്യൂണിഫോം ലിപി ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്യൂണിഫോം ലിപി ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി, മെസപ്പൊട്ടോമിയൻ സംസ്കാരം. ക്യൂണിഫോം ലിപി മെസപ്പൊട്ടോമിയൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നെക്സ്റ്റ് വൺ. തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ്? ഓപ്ഷൻ എ, ഇന്ത്യ വിൻസ് ഫ്രീഡം, സുഭാഷ് ചന്ദ്രബോസ്. ഓപ്ഷൻ ബി, അൺഹാപ്പി ഇന്ത്യ, ലാല ലജ്പത് റോയ്. ഓപ്ഷൻ സി, ഇന്ത്യ ഡിവൈഡഡ്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഓപ്ഷൻ ഡി, എ പാസേജ് ടു ഇന്ത്യ, EM ഫോസ്റ്റർ. ആൻസർ ഓപ്ഷൻ എ ആണ്, തെറ്റായ ജോഡി ഓപ്ഷൻ എ, ഇന്ത്യ വിൻസ് ഫ്രീഡം, സുഭാഷ് ചന്ദ്രബോസ് എന്നുള്ളത് തെറ്റായ ഓപ്ഷൻസിൽ. ശരി ഓപ്ഷൻസ് പരിശോധിക്കാം. അൺഹാപ്പി ഇന്ത്യ, അൺഹാപ്പി ഇന്ത്യ ലാല ലജ്പത് റോയുടേതാണ്. അൺഹാപ്പി ഇന്ത്യ ലാല ലജ്പത് റോയുടേതാണ്. ഇന്ത്യ ഡിവൈഡഡ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. എ പാസേജ് ടു ഇന്ത്യ EM ഫോസ്റ്ററിൻ്റെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ്? ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ്? ആൻസർ രഘുവേന്ദ്ര തൻവാർ.
രഘുവേന്ദ്ര തൻവാർ. നെക്സ്റ്റ് വൺ, ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ആൻസർ ഉപദ്വീപീയ പീഠഭൂമി. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമി. നെക്സ്റ്റ് വൺ, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർ ആരല്ല? ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർ ആരല്ല? ആൻസർ ഓപ്ഷൻ എ, രാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭ. രാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭ എന്നിവരാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർ. അടുത്തത്, ജെറ്റ് വിമാനങ്ങളുടെ സുഗമ സഞ്ചാരം സാധ്യമാകുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? ജെറ്റ് വിമാനങ്ങളുടെ സുഗമ സഞ്ചാരം സാധ്യമാകുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, സ്ട്രാറ്റോസ്ഫിയർ. ജെറ്റ് വിമാനങ്ങളുടെ സുഗമ സഞ്ചാരം സാധ്യമാകുന്ന അന്തരീക്ഷ മണ്ഡലമാണ് സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയർ. ജെറ്റ് വിമാനങ്ങളുടെ സുഗമ സഞ്ചാരം സാധ്യമാകുന്ന അന്തരീക്ഷ മണ്ഡലമാണ് സ്ട്രാറ്റോസ്ഫിയർ. അടുത്ത ക്വസ്റ്റ്യൻ, സാമൂഹികരണത്തെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി ആൻസർ. വിമർശനങ്ങളെ ഉൾക്കൊള്ളുന്നു, ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെടുന്നു, പ്രശ്നങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നു. സാമൂഹികരണം. അടുത്തത്, സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, കേരളം. നെക്സ്റ്റ് വൺ, രാജ്യത്ത് ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള നിയമസഭ ഏതാണ്? ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള നിയമസഭ ഏതാണ്? ഉത്തർപ്രദേശ്. നെക്സ്റ്റ് വൺ, താഴെ കൊടുത്തിരിക്കുന്ന യൂണിറ്റുകൾ ശ്രദ്ധിക്കുക. ഫെർമി ആങ്സ്ട്രോം ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, പ്രകാശവർഷം. ശരി ഉത്തരം തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ എ ആണ്. എല്ലാം ദൂരത്തിൻ്റെ യൂണിറ്റുകളാണ്. ഫെർമി, ആങ്സ്ട്രോം, ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, പ്രകാശവർഷം എന്നിവ എന്താണ്? ദൂരത്തിൻ്റെ യൂണിറ്റുകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നവയിൽ സംരക്ഷിത ബലത്തിൻ്റെ നിർവചനത്തിൽ പെടുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ഒരു സംരക്ഷിത ബലം ചെയ്യുന്ന പ്രവൃത്തി അഗ്രബന്ധുക്കളെ മാത്രം ആശ്രയിക്കുന്നു. ഒരു സംരക്ഷിത ബലം ചെയ്യുന്ന പ്രവൃത്തി അഗ്രബന്ധുക്കളെ മാത്രം ആശ്രയിക്കുന്നു. അടുത്തത്, ഒരു ആദർശവാതകത്തിലൂടെയുള്ള ശബ്ദത്തിൻ്റെ വേഗത √πb ആണ്. ഇതിൽ പി മർദ്ദവും സാന്ദ്രതയുമാണ്. ഗാമ എന്നത് കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇതിൻ്റെ നിർവചനം ഇതൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഇതൊക്കെ ഒന്ന് എനിക്കറിയില്ല. ഓക്കെ, കണ്ടുപിടിക്കണം. നെക്സ്റ്റ് വൺ, വ്യത്യസ്ത ഛേദതലത്തോടു കൂടിയ 2 സിറിഞ്ചുകൾ വെള്ളം നിറച്ച് ഒരു ഇറുകിയ റബ്ബർ ട്യൂബുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. ചെറിയ പിസ്റ്റണിൻ്റെയും വലിയ പിസ്റ്റണിൻ്റെയും വ്യാസങ്ങൾ യഥാക്രമം 2 സെൻറ്റിമീറ്ററും 10 സെൻറ്റിമീറ്ററുമാണ്. ചെറിയ പിസ്റ്റൺ 1 ന്യൂട്ടൺ ബലം പ്രയോഗിക്കുമ്പോൾ വലിയ പിസ്റ്റൺ അനുഭവപ്പെടുന്ന ബലം എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 25 ന്യൂട്ടൺ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഒരു വിറ്റ്സൺ ബ്രിഡ്ജാണ്. വിറ്റ്സൺ ബ്രിഡ്ജ്. ജി എന്നത് ഒരു ഗാൽവനോമീറ്ററുമാണ്. ഇത് SCR ടെക്സ്റ്റിലുള്ള പടം തന്നെയാണ് കേട്ടോ. ജി എന്നതൊരു ഗാൽവനോമീറ്ററുമാണ്. ചോദ്യം, ഗാൽവനോമീറ്ററിലെ കറൻറ്റ് എത്രയാണ്? ഈ ഗാൽവനോമീറ്ററിലെ കറൻറ്റ് എത്രയാണ്? എത്ര ആംപെയർ ആണ് കറൻറ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ 0 ആംപെയർ ആണ്. 0 ആംപെയർ ആണ് ഇവിടുത്തെ കറൻറ്റ്. 0 ആംപെയർ ആണ്. നെക്സ്റ്റ് വൺ, തമോഗർത്തങ്ങൾ, ന്യൂട്രോൺ നക്ഷത്രങ്ങൾ, പൾസറുകൾ എന്നിവയുടെ പഠനത്തിനായി 2024 ജനുവരിയിൽ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? തമോഗർത്തങ്ങൾ,
ന്യൂട്രോൺ നക്ഷത്രങ്ങൾ, പൾസറുകൾ എന്നിവയുടെ പഠനത്തിനു വേണ്ടി 2024 ജനുവരിയിൽ ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി XPO സാറ്റ്. XPO സാറ്റ്. തമോഗർത്തം, ന്യൂട്രോൺ നക്ഷത്രങ്ങൾ, പൾസറുകൾ. XPO സാറ്റ്. XPO സാറ്റ്. നെക്സ്റ്റ് വൺ, സൂര്യനെക്കുറിച്ച് പഠിക്കുന്ന ആദ്യത്തെ ബഹിരാകാശ അധിഷ്ഠിത ഇന്ത്യൻ ദൗത്യമാണ് ആദിത്യ L1. ശരി ഉത്തരം ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരി ഉത്തരം ഏതൊക്കെയാണെന്ന് ചോദ്യം. ആദിത്യ L1 കുറിച്ച് ആൻസർ 1, 2, 3 ശരിയാണ്. L1 ഭൂമിയിൽ നിന്നും ഏകദേശം 1.5 ദശലക്ഷം കിലോമീറ്റർ അകലെയാണ്. ഇതിൽ ആകെ 7 പെലോഡുകളാണുള്ളത്. ഇത് സൂര്യൻ്റെ ഫോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ, കൊറോണ എന്നിവയെക്കുറിച്ച് പഠനം നടത്തുന്നു. ആദിത്യ L1 കുറിച്ചുള്ള കമൻസ് ആണ്. ഇതിൽ L1 ഭൂമിയിൽ നിന്നും ഏകദേശം 1.5 ദശലക്ഷം കിലോമീറ്റർ അകലെയാണ്. ഇതിൽ 7 പെലോഡുകളാണുള്ളത്. ഇത് സൂര്യൻ്റെ ഫോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ, കൊറോണ എന്നിവയെക്കുറിച്ചുള്ള പഠനങ്ങളാണ് നടത്തുന്നത്. ആദിത്യ L1. നെക്സ്റ്റ് വൺ, നൽകിയിരിക്കുന്ന ഉപശെല്ലുകളിൽ നിന്ന് ഏതിനാണ് ഏറ്റവും കൂടുതൽ ഊർജമുള്ളത്? ആൻസർ 3D. 3D ഷെല്ലിനാണ്, 3D സബ്ഷെല്ലിനാണ് ഏറ്റവും കൂടുതൽ ഊർജം ഉള്ളത്. ഏത് ഗ്രൂപ്പ് മൂലകങ്ങളെയാണ് കാൽക്കജൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്? എന്ന പേരിൽ അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ഡി 16. താഴെ നൽകിയിരിക്കുന്നവയിൽ ഒക്ടറ്റ് നിയമം പാലിക്കാത്ത സംയുക്തം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി PCl5 ആണ് ഒക്ടറ്റിൽ ഒക്ടറ്റ് നിയമം പാലിക്കാത്ത സംയുക്തം. STPയിൽ 2 മോൾ ഹൈഡ്രജൻ വാതകത്തിൻ്റെ വ്യാപ്തം കാണുക. STPയിൽ 2 മോൾ ഹൈഡ്രജൻ വാതകത്തിൻ്റെ വ്യാപ്തം കാണുക. ആൻസർ ഓപ്ഷൻ സി 44.8 ലിറ്റർ, 44.8 L. നെക്സ്റ്റ് വൺ, ഏത് നിയമമാണ് ദ്രാവകത്തിൽ ഒരു വാതകത്തിൻ്റെ ലയനത്തെ വിശദീകരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ഹെൻട്രീസ് നിയമം. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ റീചാർജബിൾ അല്ലാത്ത ബാറ്ററി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി HG സെൽ, മെർക്കുറി സെൽ ആണ് റീചാർജബിൾ അല്ലാത്ത ബാറ്ററി സെൽ. നെക്സ്റ്റ് വൺ, മോൺസ് പ്രക്രിയ വഴി ശുദ്ധീകരിക്കുവാൻ കഴിയുന്ന മൂലകം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ നിക്കൽ. മോൺസ് പ്രക്രിയ വഴി ശുദ്ധീകരിക്കുവാൻ കഴിയുന്ന മൂലകം നിക്കൽ. നെക്സ്റ്റ് വൺ, ആഗോളതാപനത്തിന് കാരണമാകുന്ന പ്രാഥമിക ഹരിതഗ്രഹ വാതകം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി കാർബൺ ഡൈ ഓക്സൈഡ്. നെക്സ്റ്റ് വൺ, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ആദ്യമായി വിശദീകരിക്കുകയും അതിനുള്ള നോബൽ സമ്മാനം നേടുകയും ചെയ്ത ശാസ്ത്രജ്ഞൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആൽബർട്ട് ഐൻസ്റ്റീൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ജീനിൻ്റെ ഒന്നിലധികം പ്രഭാവം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി പ്ലിയോട്രോപ്പിസം. ഒരു ജീനിൻ്റെ ഒന്നിലധികം പ്രഭാവത്തിന് പറയുന്ന പേരാണ് പ്ലിയോട്രോപ്പിസം. നെക്സ്റ്റ് വൺ, ആധുനിക വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി കാൾ ലിനേയസ്. ജേക്കബ്സൺസ് ഓർഗൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി ഗന്ധം. ജേക്കബ്സൺസ് ഓർഗൻ ഗന്ധവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുക. ഇഴജന്തുക്കളുടെയൊക്കെ ഓർഗൻസ് വരുന്ന നാവിൻ്റെ ഓർഗൻസ് ആണെന്ത്? ജേക്കബ്സൺസ് ഓർഗൻ. തന്നിരിക്കുന്നവയിൽ വീഡ് കില്ലർ കളനാശിനിയായി ഉപയോഗിക്കുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി
2,4-D. വീഡ് കില്ലർ 2,4-D. ലോക അൽഷിമേഴ്സ് ദിനം ആയി ആചരിക്കുന്ന ദിനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി സെപ്റ്റംബർ 21. ലോക അൽഷിമേഴ്സ് ദിനമായി ആചരിക്കുന്ന ദിനം ഏതാണ്? സെപ്റ്റംബർ 21. നെക്സ്റ്റ് വൺ, ഗാമ ടോക്കോഫെറോൾ എന്നറിയപ്പെടുന്ന വിറ്റമിൻ ഏതാണ്? ഗാമ ടോക്കോഫെറോൾ എന്നറിയപ്പെടുന്ന വിറ്റമിൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി വിറ്റമിൻ ഇ. നെക്സ്റ്റ് വൺ, ലോകാരോഗ്യ സംഘടന നിർദ്ദേശപ്രകാരം ക്ഷയരോഗ ചികിത്സാ സംവിധാനം ആണ് ഏത്? ലോകാരോഗ്യ സംഘടന നിർദ്ദേശപ്രകാരം ക്ഷയരോഗ ചികിത്സാ സംവിധാനമാണ്. ആൻസർ ഓപ്ഷൻ ബി ഡോട്ട്സ്. ബേർഡ് ഐ ചില്ലി ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തു നിന്നുമാണ് ആദ്യമായി കയറ്റുമതി ചെയ്യുന്നത്? ആൻസർ മിസോറാം. നെക്സ്റ്റ് വൺ, സൈക്കോളജി വിഭാഗമാണത്. ആദ്യ രൂപങ്ങൾ എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? ആദ്യ രൂപങ്ങൾ എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? ആൻസർ കാൾ ഗുസ്താവ് യുങ്. കാൾ ഗുസ്താവ് യുങ്. യുങ്ങിൻ്റെയാണ് ആദ്യ രൂപങ്ങൾ. 2 വയസ്സുള്ള കുട്ടി പെൻസിൽ പിടിക്കുന്നത് വിരലുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടല്ല, മറിച്ച് കൈപ്പത്തി അപ്പാടെ ഉപയോഗിച്ചാണ്. ഇതേത് വികാസ തത്വങ്ങൾക്ക് ഉദാഹരണമാണ്? ആൻസർ ഓപ്ഷൻ സി വികാസം സാമാന്യത്തിൽ നിന്ന് വിശേഷത്തിലേക്ക് കടക്കുന്നു. വികാസം സാമാന്യത്തിൽ നിന്ന് വിശേഷത്തിലേക്ക് കടക്കുന്നു. അടുത്തത്, നിഷേധം, ദമനം, യുക്തീകരണം, തദാത്മീകരണം, ആക്രമണം തുടങ്ങിയവ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി സമായോജനം. നിഷേധം, ദമനം, യുക്തീകരണം, തദാത്മീകരണം, ആക്രമണം തുടങ്ങിയവ സമായോജനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നെക്സ്റ്റ് വൺ, ഓർമ്മയുമായി ബന്ധപ്പെട്ട് സമഗ്ര പഠനം നടത്തിയ JB വാട്സന്റെ ശിഷ്യനായ വിദ്യാഭ്യാസ വിദഗ്ധൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ കാൾ ലാഷ്ലി. കാൾ ലാഷ്ലി. കാൾ ലാഷ്ലി. നെക്സ്റ്റ് വൺ, പരിഷ്കൃതമായ യൂറോപ്യൻ കലകൾ, ശാസ്ത്രം, തത്വജ്ഞാനം, സാഹിത്യം എന്നിവയുടെ വ്യാപനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള വിദ്യാഭ്യാസമാണ് ഇന്ത്യയിൽ പ്രചരിപ്പിക്കുന്നത്. അതിനുവേണ്ടി നാം ആഗ്രഹിക്കുന്നത് ഏത് വിദ്യാഭ്യാസ പരിഷ്കരണ രേഖയിൽ ഉൾപ്പെടുത്തിയ പ്രസ്താവനയാണ് ഇത്? പരിഷ്കൃതമായ യൂറോപ്യൻ കലകൾ, ശാസ്ത്രം, തത്വജ്ഞാനം, സാഹിത്യം എന്നിവയുടെ വ്യാപനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള വിദ്യാഭ്യാസമാണ് ഇന്ത്യയിൽ പ്രചരിപ്പിക്കാൻ നാം ആഗ്രഹിക്കുന്നത്. ഇത് ആരുടെ പ്രസ്താവനയാണെന്നാണ് ചോദ്യം. ആരുടെയാണ് ഈ പ്രസ്താവന? ആൻസർ ഓപ്ഷൻ ഡി 1854 വുഡ്സ് ഡെസ്പാച്ച്. 1854 വുഡ്സ് ഡെസ്പാച്ചിൻ്റെ പ്രസ്താവനയാണിത്. പരിഷ്കൃതമായ യൂറോപ്യൻ കലകൾ, പരിഷ്കൃതമായ യൂറോപ്യൻ കലകളും ശാസ്ത്രവും തത്വജ്ഞാനവും അതുപോലെ സാഹിത്യം ഇവയെല്ലാം കൂടി ഒന്നിച്ചുള്ള ഇവരുടെയൊക്കെ വ്യാപനം നമ്മളിലേക്ക് വ്യാപിക്കുക എന്നുള്ളതാണ് വുഡ്സ് ഡെസ്പാച്ചിൻ്റെ പരിഷ്കരണ രേഖയിൽ അദ്ദേഹം പറഞ്ഞേക്കുന്നത്. അടുത്തത്, ഭൂതദയ, അക്രമരാഹിത്യം, സ്വേച്ഛാധിപത്യം, അഹിംസ തുടങ്ങിയ സവിശേഷതകൾ ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുക? സവിശേഷതകൾ ഏത് ട്രേഡ്സിൽ ഉൾപ്പെടുന്നു അല്ലേ? ഏത് ട്രേഡ്സിലാണ് ഉൾപ്പെടുക? ആൻസർ മുഖ്യ സവിശേഷകങ്ങളിലാണ് ഭൂതദയ, അക്രമരാഹിത്യം, സ്വേച്ഛാധിപത്യം തുടങ്ങിയവ ഉൾപ്പെടുന്നത്. ദ നേച്ചർ ഓഫ് പ്രിജുഡിസ് എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാരാണ്? ദ നേച്ചർ ഓഫ് പ്രിജുഡിസ് എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാരാണ്? ആൻസർ ഓപ്ഷൻ ബി ഗോർഡൻ വില്ലാർഡ് ആൽപോർട്ട്. പഠിച്ചിട്ടില്ലേ? ഗോർഡൻ വില്ലാർഡ് ആൽപോർട്ടാണ് അല്ലേ? ഇവിടെ എല്ലാം കോൾബർഗ് ഹായുസ് കിടപ്പുണ്ട്. അപ്പം ഗോർഡൻ വില്ലാർഡ് ആൽപോർട്ടാണ് ദ നേച്ചർ ഓഫ് പ്രിജുഡിസ്. ആൽപോർട്ടിൻ്റെയാണ്. ഉത്കൃഷ്ടത എന്ന വികാരഭാവം ഏത് തരം ജന്മവാസത്തിൽ ഉൾപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ ഡി ആത്മസ്ഥാപനം. നെക്സ്റ്റ് വൺ,
അഭിപ്രേരണയെക്കുറിച്ചുള്ള ഹിൽഗാർഡിൻ്റെ വിഭജനത്തിൽ പെടാത്തതാണ്. ഹിൽഗാർഡ് അഭിപ്രേരണയെക്കുറിച്ചുള്ള ഹിൽഗാർഡിൻ്റെ വിഭജനത്തിൽ പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ധാരണം. അല്ലേ? അപ്പോൾ സാമൂഹിക അഭിപ്രേരണ, അന്തഃച്ഛോദനം, അഹംപൂർണമായ അഭിപ്രേരണ ഇവയെല്ലാം ഹിൽഗാർഡിൻ്റെ അഭിപ്രേരണ സിദ്ധാന്തത്തിൽ വരുന്നതാണ്. അത് അഭിപ്രേരണയെ അദ്ദേഹം വിഭജിച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ധാരണം എന്ന ആ ഒരു പദം, അല്ലേ, ധാരണം എന്നൊരു കാര്യം അദ്ദേഹത്തിൻ്റെ വിഭജനത്തിൽ ഉൾപ്പെടുന്നില്ല. ഓക്കെ. അപ്പോൾ സാമൂഹ്യ അഭിപ്രേരണ പഠിക്കാം, അന്തഃച്ഛേദനമുണ്ട്, അല്ലേ, അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് അവർ കിട്ടും, ധാരണ വരുന്നില്ല. നെക്സ്റ്റ് വൺ, ധാർമ്മിക വികാസ ഘട്ടങ്ങളെ സസൂക്ഷ്മം വിലയിരുത്തിക്കൊണ്ട് തൻ്റെതായ വികസന മാതൃക അവതരിപ്പിച്ച മനഃശാസ്ത്രജ്ഞനാരാണ്? ധാർമ്മിക വികാസ ഘട്ടങ്ങളെ സസൂക്ഷ്മം വിലയിരുത്തിക്കൊണ്ട് തൻ്റെതായ വികസന മാതൃക അവതരിപ്പിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, ലോറൻസ് കോൾബർഗ്. നേരത്തെ പഠിച്ച കാര്യങ്ങൾ പുതിയ പഠനത്തെ സ്വാധീനിക്കുന്നതിനെ എന്താണ് പറയുന്നത്? ആൻസർ ഓപ്ഷൻ എ, പഠനാന്തരണം, അല്ലേ, ക്രിയാഗവേഷണവും ഒക്കെ മൈക്രോ ആക്ഷൻ, അല്ലേ, ആക്ഷൻ റിസർച്ച്, ക്രിയാഗവേഷണം, അതന്നെ ആക്ഷൻ റിസർച്ച്. പഠനാന്തരണമാണ് നേരത്തെ പഠിച്ച കാര്യങ്ങൾ പുതിയ പഠനത്തെ സ്വാധീനിക്കുന്നതിനെ പറഞ്ഞ പേരാണെന്ന് പഠനാന്തരണം. നേരത്തെ പഠിച്ച കാര്യങ്ങൾ പുതിയ പഠനത്തെ സ്വാധീനിക്കുന്ന പറഞ്ഞ പേരാണ് പഠനാന്തരണം എന്നുള്ളത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ബിംബനഘട്ടം എന്നത് ഏത് പഠന സിദ്ധാന്തവുമായി ഭാഗമായി അവതരിപ്പിക്കപ്പെട്ടതാണ്? ബിംബനഘട്ടം. ആൻസർ ഓപ്ഷൻ സി, വൈജ്ഞാനിക പഠന സിദ്ധാന്തം. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ സർഗാത്മകതയുടെ ഘട്ടത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, സംവാദാത്മക പഠനം. മൃദുലത, ആലസ്യം തുടങ്ങിയ ദോഷങ്ങൾക്ക് കാരണമായി തീർന്നേക്കാവുന്ന സംഗീതത്തെ നാം വർജിക്കണം. അയോണിയൻ ക്രമവും ലിഡിയൻ ക്രമവും നാം ഉപേക്ഷിക്കണം. ഈ നിരീക്ഷണം മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ ചിന്തകൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, പ്ലേറ്റോ. മാനസിക വൈകല്യങ്ങളെ തടയുകയും പരിഹരിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന അന്തർദേശീയ തലത്തിൽ പ്രസിദ്ധമായ സ്ഥാപനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, NIMH. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്ര ചിന്താധാരയിൽപ്പെടാത്ത വിദ്യാഭ്യാസ പണ്ഡിതൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, CL ഹൾ. CL ഹൾ. ബ്രിഡ്ജ് ചാർട്ട് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ എ, വൈകാരിക വികാസം. ആൽബർട്ട് ബന്ധൂരയുടെ നിരീക്ഷണ പഠന പ്രക്രിയയിൽ ഉൾപ്പെടാത്ത ഘടകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓർമ്മ. ദൃശ്യപരവും സ്ഥലപരവുമായ കഴിവുകളെ മാപനം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പരീക്ഷ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, മിനസോട്ട മാനുവൽ ഡെക്സ്റ്റിരിറ്റി ടെസ്റ്റ്. വൈകാരിക ബുദ്ധിയെക്കുറിച്ച് ആഴത്തിലും ആധികാരികമായും പഠനം നടത്തുന്ന മനഃശാസ്ത്രജ്ഞൻ ആരാണ്? വൈകാരിക ബുദ്ധിയെക്കുറിച്ച് ആഴത്തിലും ആധികാരികമായും പഠനം നടത്തുന്ന മനഃശാസ്ത്രജ്ഞൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഡാനിയൽ ഗോൾമാൻ. ഓക്കെ.